തക്കടു മതിയാ? ഇഷ്ടായോ തക്കടു? ഹലോ ഹലോ, എന്താ? ആ ഞാൻ ഒന്നും എടുക്കല്ല, ഞാൻ ഇവിടെ ഉണ്ട്. ഫ്രീ ആയി? ആ ഞാൻ ഫ്രീ ആണല്ലോ. എന്താ കാര്യം? ഒരു കാര്യം പറയണ്ടേ, നിന്നും കൂടി വരുവാ. എന്തിനാ ഇപ്പൊ കാണുന്നേ? ഇന്നലെ പറയുന്ന പോലെ എന്തേലും പറയാനാണോ? ഞാനിത് നമ്മളെ എൻ്റെ വീടിൻ്റെ താഴത്തുള്ള വയലല്ലേ, ആ വയലിൻ്റെ അടുത്തുണ്ട്. വയല്ലോ? ആ ആ തക്കുടുവോ? ആ തക്കടൂന് അപ്പുറത്തെ അച്ചു വന്ന് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അവളിപ്പോ അങ്ങ് എടുത്തിട്ട് പോകും. കുറച്ച് കഴിഞ്ഞിട്ടേ വിടുള്ളൂ. എന്നായിക്കോട്ടെ, നമ്മളുണ്ട്. ആ എന്നാ ശരി, ഞാൻ അങ്ങ് വരാം. ശരി. തക്കടു ഇവിടെ ഇരിക്കണേ. അമ്മ എന്നാ അപ്പുറം പോയിട്ട് വരും കേട്ടോ. ഇരിക്കുവാ? അച്ഛൻ്റെ കൂടെ ഇരിക്കുവാ? എന്നാ ഒരു അമ്മയ്ക്ക് ഉമ്മല പഞ്ചിടും ഉമ്മ. അച്ചു അച്ചു അച്ചുച്ചിൻ്റെ കൂടെ പോണേ. അച്ചുനെ അതാ വരുന്നുണ്ട്. അച്ചു വാ, എന്താ ഇവരെ അങ്ങ് കൂട്ടിക്കാം. ഇതെന്താ ഈ വേഷത്തിലല്ല? ഇങ്ങനെ വെറുതെ ഞാൻ ചിഹ്നം കാണാൻ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എന്തായി തീരുമാനം അറിയാൻ. ഞാൻ വീട്ടില് പറഞ്ഞു, നമ്മുടെ കാര്യം പറഞ്ഞു. അന്നേരം അവര് പറയുന്നേ, നിന്റെ അല്ലേ മോന്, നീയല്ലേ നോക്കണ്ടേ, ഞങ്ങളെങ്ങനെയാ നോക്കണ്ടേ, അങ്ങനെ എങ്ങനെയാന്നല്ല പറയുന്നത്. നമ്മളെന്നാ ചെയ്യുവാ? എന്ത് ചെയ്യാനാ? അതിനേതും വലിയ ഫോട്ടോ കണ്ടായിരുന്നു. ഞാനിപ്പോ എന്ത് പറയാനാ? നിനക്കെന്താ പ്രാന്തായോ? നീ എന്താ ഇങ്ങനെയെല്ലാം പറയുന്നേ? അല്ലടോ, നമുക്ക് സ്വസ്ഥവും സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ട് ഈ കുഞ്ഞിലാണ്ടാണോ? അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞേ. അത് മാത്രമല്ല, എനിക്ക് ആകെ വയസ്സ് അത്ര ആയിക്കല്ലുള്ളൂ. ഇനി ഒരു കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ട് വെറുതെ എന്തിനാ ഇങ്ങനെ എന്റെ ജീവിതങ്ങൾ തന്നെ? എനിക്ക് വേണ്ടി എത്ര കൊല്ലമായി ഞാൻ കാത്തിരിക്കുന്നത്. ഇനി എന്താണെന്ന് മനസ്സിലാക്കാത്തത്? ഇനി നമുക്ക് പരസ്പരം നല്ലോണം ഒത്തൊരുമയോട് ജീവിച്ചു പോവുക. അതിനുശേഷം 1-2 കൊല്ലങ്ങൾക്ക് ശേഷം നമുക്ക് എന്താക്കാം, ഒരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാം. അതുകൊണ്ട് വെറുതെ ഇനി ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് നിന്റെ ജീവിതം കളയല്ല. പറയുന്നൊന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മിക്കണം കേട്ടാ. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് നോക്കിഞ്ഞി. എന്തെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി എത്ര കൊല്ലമായി ഞാൻ കാത്തിരിക്കുന്നത്. ഇനി എന്താണെന്ന് മനസ്സിലാക്കാത്തത്? ഇനി നമുക്ക് പരസ്പരം നല്ലോണം ഒത്തൊരുമയോട് ജീവിച്ചു പോവുക. അതിനുശേഷം 1-2 കൊല്ലങ്ങൾക്ക് ശേഷം നമുക്ക് എന്താക്കാം, ഒരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാം. അതുകൊണ്ട് വെറുതെ ഇനി ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് നിന്റെ ജീവിതം കളയല്ല. എന്തെന്നാ എനിക്ക് വേണ്ടേ? എന്താ വേണ്ടേ? സമാധാനം തരില്ല. കരഞ്ഞോണ്ടിരുന്നോളേ നേരം. ഇല്ലല്ലേ, ആരും നിനക്ക് നിനക്കിടാ നിനക്ക് ആരും നീ എന്നാ കാണിക്കുന്നേ? എന്റെ കുട്ടീനെ വാങ്ങിച്ചേ? എന്തിനാ എടുത്തേന്ന് എനിക്ക് അറിഞ്ഞൂടല്ലേ. ഇനി ഇവിടെ കാണിച്ചെന്തെന്നാന്ന് ഞാൻ കണ്ടിന്. ഇനിയുള്ളൊരു അമ്മയാ, എനിക്കൊന്നും അതിനുള്ള അർഹതയില്ല. എനിക്കറിയാം, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനും എന്റെ ഭർത്താവ് എത്ര അമ്പലങ്ങളിൽ കയറി, എത്ര ഡോക്ടർമാരെ കണ്ടിനെന്ന്. വേണ്ടെങ്കിൽ എന്തിനാ കൊല്ലുന്നേ? കുട്ടികളില്ലാത്ത എത്ര പേരുണ്ട്. ആർക്കെങ്കിലും കൊടുത്താ പോരെ? ഈ ദ്രോഹം ചെയ്യാൻ എങ്ങനെ തോന്നിയടി എനിക്ക്? നീയല്ലൊരു അമ്മയാ. 10 മാസം നൊന്ത് പ്രസവിച്ചതല്ലേ ഇനി ഇവനെ. എന്നിട്ട് എങ്ങനെ തോന്നിയടി എനിക്ക് ഇതിനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി? ഇനി ഇവനെ നോക്കാനുള്ള ഒരു അർഹത എനിക്കില്ല. ഇവനെ ഞാൻ കൊണ്ടുവന്ന ഞാൻ നോക്കും പൊന്നു പോലെ ഇവനെ.
ഏതോ ഒരു പൊട്ട നിമിഷത്തിൽ പറ്റിപ്പോയതാ ചേച്ചി. എന്റെ മോനെ കൊണ്ടുപോകല്ല, ഒരിക്കലും ഇതുപോലെ തെറ്റ് ഞാൻ സംഭവിക്കൂല ചേച്ചി. കുഞ്ഞിനെ താ ചേച്ചി. ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് ഇഞ്ചെടുത്ത് ഇനി എന്ത് ധൈര്യത്തില്ല ഞാൻ കുഞ്ഞിനെ തരണ്ടേ? ഇനിയും ചെയ്യൂല എന്താ ഇത്ര ഉറപ്പ്? എന്റെ ഏതോ ഒരു പൊട്ട നിമിഷത്തിൽ പറ്റിപ്പോയതാ ചേച്ചി. താ ചേച്ചി, എന്റെ മോനെ ഞാൻ പൊന്നു പോലെ നോക്കോളാം ചേച്ചി. ഇനി നിനക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല. നിന്റെ വാക്ക് കേട്ട് ഞാൻ എൻ്റെ മോനെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രം എൻ്റെ മോനെ എനിക്കിന്ന് ജീവനോടെ കിട്ടി. ഇനിയില്ല, ഇനി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കൂല. എൻ്റെ മോന് ഞാനും, എനിക്ക് എൻ്റെ മോന് മാത്രം മതി ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങളുടെ സന്തോഷം, എൻ്റെ സന്തോഷം ഇനി ഇവൻ മാത്രം. ഇനി ഒരിക്കലും നീ എൻ്റെ ഈ ഫോണിലേക്ക് വിളിക്കരുത്, ഒരിക്കലും.